വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലൈക്കോസൈഡ്സ് ആൻഡ് അമിനോ ഷുഗേഴ്സ്? അപ്പോൾ എന്താണ് ഗ്ലൈക്കോസൈഡ്സ്, എന്താണ് അമിനോ ഷുഗേഴ്സ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് ഈൽഡ് വൺ ഓർ മോർ ഷുഗേഴ്സ് അപ്പോൺ ഹൈഡ്രോളിസിസ്. അപ്പോൾ നമ്മൾ ഈ ഗ്ലൈക്കോസൈഡ്സിനെ എന്ത് ചെയ്യും? ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ അതിലൊന്നോ അതിലധികമോ ഷുഗേഴ്സ് കിട്ടും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത്. ഇവർ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഗ്രൂപ്പാണ്. സ്ട്രക്ചറിൽ നമ്മൾ ഗ്ലൈക്കോസൈഡ്സിനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു ഷുഗർ പാർട്ട് ഉണ്ടാവും, നോൺ ഷുഗർ പാർട്ടും ഉണ്ടാവും. ഷുഗർ പാർട്ടിനെ നമ്മൾ ഗ്ലൈക്കോൺസ് എന്നും നോൺ ഷുഗർ പാർട്ടിനെ നമ്മൾ എ ഗ്ലൈക്കോൺ ഓർ ജെനിൻ എന്നും പറയാറുണ്ട്. സ്ട്രക്ചറിൽ എ ഗ്ലൈക്കോസൈഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ ഷുഗർ പാർട്ട് നോൺ ആസ് ഗ്ലൈക്കോൺസ് ആൻഡ് നോൺ ഷുഗർ പാർട്ട് റെഫേഴ്സ് ടു എ ഗ്ലൈക്കോൺ ഓർ ജെനിൻ. ദീസ് ടു പാർട്സ് ആർ ലിങ്ക്ഡ് ത്രൂ എ ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. അപ്പോൾ ഈ ദീസ് ടു പാർട്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പാർട്സാണ്? ഒന്ന് ഗ്ലൈക്കോൺസും ഒന്ന് അഗ്ലൈക്കോൺസും. അപ്പോൾ ഈ ഗ്ലൈക്കോൺസും അഗ്ലൈക്കോൺസും ലിങ്ക് ചെയ്തിരിക്കുന്ന ഏത് ബോണ്ട് വഴിയാണ്? ഗ്ലൈക്കോസൈഡിക് ബോണ്ട് വഴിയാണ്. അപ്പോൾ ഈ ഗ്ലൈക്കോസൈഡിക് ബോണ്ട് ഇൻവോൾവ് ചെയ്യുന്നത് നമ്മുടെ ഷുഗറിൻ്റെ അനോമറിക് കാർബൺ, അതായത് ഫസ്റ്റ് കാർബനെയാണ് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അതിനെ ഹൈഡ്രലൈസ് ചെയ്യുമ്പോഴേക്കും ഒന്നോ അതിലധികമോ ഷുഗർ പാർട്ട് കിട്ടും. അതിൽ ഷുഗർ പാർട്ടിന് നമ്മൾ ഗ്ലൈക്കോൺസ് എന്നും ഷുഗർ പാർട്ട് അല്ലാത്തതിനെ നമ്മൾ അഗ്ലൈക്കോൺസ് അല്ലെങ്കിൽ ജെനിൻ എന്നും പറയാറുണ്ട്. ഈ അഗ്ലൈക്കോൺസും അതുപോലെ തന്നെ ഗ്ലൈക്കോൺസും ലിങ്ക് ത്രൂ എന്താണ്? ഗ്ലൈക്കോസൈഡിക് ബോണ്ടാണ്. ഇത്രയേ ഉള്ളൂ ഗ്ലൈക്കോസൈഡ്സിനെ കുറിച്ച്. അടുത്തത് അമിനോ ഷുഗേഴ്സാണ്. അമിനോ ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പറയുകയാണെങ്കിൽ അമിനോ ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷുഗർ മോളിക്യൂളിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ അമീൻ ഗ്രൂപ്പ് വരുന്നത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? OH ഗ്രൂപ്പാണ്. അപ്പോൾ ഈ OH ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ അമീൻ ഗ്രൂപ്പ് വരുന്നതാണ് അമിനോ ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്? ഒരുപാട് അമിനോ ആസിഡ്സ് അങ്ങനെയുള്ള അമിനോ ഷുഗേഴ്സ് ഉണ്ട്. മോർ ദാൻ 16 അമിനോ ഷുഗേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് N-അസറ്റൈൽ ഡി ഗ്ലൂക്കോസാമീൻ എന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ 2-amino-2 deoxy ഷുഗർ എന്നും പറയാറുണ്ട്. വിച്ച് ആർ ദ മെയിൻ കമ്പോണൻറ്റ് ഓഫ് കൈറ്റിൻ. കൈറ്റിനിലെ മെയിൻ കമ്പോണൻ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ 2-amino-2 deoxy ഷുഗർ എന്ന് പറഞ്ഞാൽ ഇത് അമിനോ ഷുഗേഴ്സാണ്. അമിനോ ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്ക് പറയാം എന്താണ്? നമ്മൾ ഒരു ഷുഗർ എടുക്കുകയാണ്, ഷുഗറിലെ OH മാറ്റിയിട്ട് OH റീപ്ലേസ് ചെയ്തിട്ട് അവിടെ അമീൻ ഗ്രൂപ്പ് വയ്ക്കുന്ന ആളാണ് അമിനോ ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ.